ഹായ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് മീൻ പൊള്ളിച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു 3 സവാളയാണ്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 3 ചെറിയ തക്കാളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ഫുൾ വെളുത്തുള്ളി, കുറച്ച് കാന്താരി മുളക്. ഫിഷ് ഇത് 1/2 കിലോ ഫിഷാണുള്ളത്. ഇത് ഞാൻ അരമണിക്കൂർ മുന്നേ ക്ലീൻ ചെയ്ത് ഉപ്പ് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ മസാലപ്പൊടി ആവശ്യത്തിന്, അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിൽ വയ്ക്കാം. ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് പെട്ടെന്നായി കിട്ടും. അപ്പോൾ നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് അതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സവാള ഏകദേശം ഈ ഒരു ഇതാവുമ്പോൾ, ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം എപ്പോഴും സിമ്മിലേക്ക് ആക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആഡ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ മസാലയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് കഴിയുമ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ മസാല ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ തക്കാളിയും കൂടെ നന്നായി വെന്ത് കഴിയുമ്പോൾ നമ്മുടെ മസാല റെഡിയാവും. മസാലയിൽ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. എൻ്റെ മസാലയിൽ കുറച്ച് ഉപ്പ് കുറവാണ്. ഓക്കെ, അപ്പം നമ്മുടെ മസാല ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. മസാല തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ അരച്ചാൽ മതി, വല്ലാതെ പേസ്റ്റായി പോകരുത്. ഇനി നമ്മൾ വാഴയിലയിലാണ് മീൻ പൊള്ളിക്കുന്നത്. അപ്പം നമുക്കൊരു വാഴയില എടുത്ത് അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. വാട്ടിയെടുത്താൽ പിന്നെ അത് അത്ര പെട്ടെന്ന് പൊട്ടില്ല. അപ്പോൾ അതിന് ശേഷം വാട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ലെയർ മസാല വെച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഫിഷിനെ എടുത്ത് മസാലയുടെ മേലെ വയ്ക്കുക. വീണ്ടും ഒരു ലെയർ മസാല കൂടി ഫിഷിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഫിഷിനെ ഈ മസാലയിൽ മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഫിഷിൻ്റെ മേലെ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇല ഒന്ന് മടക്കിയെടുക്കാം. ഈ മടക്കി എടുത്തിട്ട് ഈ വാഴയുടെ തന്നെ നാര് വെച്ചിട്ടാണ് നമ്മൾ കെട്ടിക്കൊടുക്കുന്നത്. ഒരിലയിൽ ഫിഷിന് പൊതിഞ്ഞതിന് ശേഷം നമുക്ക് വേറെ ഒരു ഇലയും കൂടെ വെച്ചിട്ട് ഫിഷിനെ പൊതിഞ്ഞെടുക്കാം. കാരണം ഇത് പൊള്ളിക്കാനുള്ളതായതുകൊണ്ട് ഇല കരിഞ്ഞു പോവും. ഒരു ഇല മാത്രമേ ഉള്ളെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ എല്ലാ ഫിഷും ഇങ്ങനെ ഇലയിൽ പൊതിഞ്ഞെടുക്കാം.
അപ്പോൾ നമ്മൾ ഫിഷിന് എടുക്കുമ്പോൾ കുറച്ച് ഫ്ലഷ് കട്ടിയുള്ള ഫിഷ് നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നെയ്മീനൊക്കെ കിട്ടുവാണെങ്കിൽ അതിന് പറ്റിയ മസാലയാണിത്. നെയ്മീൻ നല്ല ടേസ്റ്റിയാണ് ഈ മസാലയിൽ. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് ഫിഷൊന്നും കിട്ടാനില്ലല്ലോ. നമുക്ക് ഏതെങ്കിലും ഫ്ലഷ് കട്ടിയുള്ള ഫിഷ് വെച്ചിട്ട് ഇത് ചെയ്തു നോക്കാം. അങ്ങനെ നമ്മുടെ ഫിഷെല്ലാം നമ്മൾ ഇലയിൽ പൊതിഞ്ഞെടുത്തു കഴിഞ്ഞു. അപ്പോൾ 2 ഇല വയ്ക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതിന് ശേഷം നമുക്ക് ചുവട് കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രം എടുത്ത് നമുക്ക് സ്റ്റൗവിൽ വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഫിഷ് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. ഫിഷിൻ്റെ 2 സൈഡും നമുക്ക് 5 മിനിറ്റ് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ഫിഷ് വേവണം. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ ഫിഷ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കൃത്യം ഇത് വേവിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് ഫിഷ് പൊള്ളിച്ചത്. നല്ല മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഫിഷ് നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയാണ്. നല്ല ഫിഷ് കിട്ടുമ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ഡിഷാണ്. മസാലയൊക്കെ നല്ല ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.